ഹലോ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ആണ്. ഫോർഫീച്ചർ ഓഫ് ഷെയർസിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്താലോ. എ കമ്പനി ഫോർഫീറ്റഡ് 200 ഷെയർസ് ഓഫ് ₹20 ഈച്ച്. ഫേസ് വാല്യൂ വന്നിരിക്കുന്നത് 20 ആണ്. ഓക്കെ, ഞാനിവിടെ അത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഫേസ് വാല്യൂ 20. 15 പെർ കോൾഡ് അപ്പ്. കോൾഡ് അപ്പ് കോൾ ചെയ്തത് എത്രയാ? 15 ആണ്. 15 കോൾഡ് അപ്പ്. അപ്പോൾ ആ എമൗണ്ടാണ് എങ്ങോട്ട് വരുന്നത്? ഷെയർ ക്യാപിറ്റലോട്ട് വരുന്നത് അല്ലേ. നമ്മൾ ജേർണൽ എൻട്രി എന്താ ഫോർഫീച്ചർ ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഫോർഫീറ്റഡ് എമൗണ്ട് ടു കോൾസ് ഇൻ അരിയേഴ്സ്. അപ്പോൾ ആ ഷെയർ ക്യാപിറ്റൽ എഴുതുന്നത് ഏതായിരിക്കണം? കോൾഡ് അപ്പ് എമൗണ്ട്. അപ്പോൾ 15 ആയിരിക്കും കോൾഡ് അപ്പ് എമൗണ്ട് വരിക. ഓൺ വിച്ച് 10 പെർ ഷെയർ ഹാഡ് ബീൻ പെയ്ഡ്. പേ ചെയ്തിരിക്കുന്നത് 10 ആണ് എന്ന് വെച്ചാൽ ഫോർഫിറ്റുകളിലോട്ട് എത്ര പോവും? 10 പോവും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഫോർമാറ്റ് ഒന്ന് വരച്ചാലോ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ്. ഷെയർ ക്യാപിറ്റലോട്ട് എത്ര പോകുന്ന പറഞ്ഞത്? 15 അല്ലേ. അപ്പോൾ ഈ എത്ര ഷെയർസ് ഉണ്ട്? 200 ഷെയർസ്. അപ്പോൾ 200 ഇൻറ്റു 15 ഷെയർ ക്യാപിറ്റലോട്ട് പോകും. 200 ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു 3000. അപ്പോൾ 3000 ഡെബിറ്റ് ചെയ്ത്. 2 കോൾസ് ഇൻ 2 ഷെയർ ഫോർഫീറ്റഡ്. അപ്പോൾ അത് രണ്ടും ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫോർഫീറ്റഡ് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പേ ചെയ്ത് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 200 ഇൻറ്റു 10 2000 ക്രെഡിറ്റിലോട്ട് വരും. അപ്പോൾ കോൾസിന് അറിയാൻ എത്ര വരിക? ബാലൻസിങ് ഫിഗർ 1000. മനസ്സിലായോ? നരേഷൻ എഴുതണേ. നരേഷൻ എഴുതാൻ മറക്കരുത്. 200 എത്രയാണ് ഷെയർസ്? 200 ഷെയർസ് ഫോർഫീറ്റഡ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് കോൾ മണി. അതാണ് നരേഷൻ വരുന്നത്. കോൾ മണി അടച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കൺസെപ്റ്റ് വരുന്നത്. അതായത് ഷെയർ ക്യാപിറ്റലോട്ട് പോകുന്നത് കോൾഡ് അപ്പും ഫോർഫിറ്റോട്ടിനോ പോകുന്നത് എപ്പോഴും പെയ്ഡ് അപ്പ് ആയിരിക്കണം. ബാക്കി എമൗണ്ട് ആയിരിക്കും കോൾ സിനാരിയോയിലോട്ട് പോവാം. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണേ. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയാലോ. പി ലിമിറ്റഡ് ഫോർഫീറ്റഡ് 2000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. അപ്പോൾ ഫേസ് വാല്യൂ എത്രയാ? ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 rupees ആണ്. കോൾഡ് അപ്പ് ഓൺ വിച്ച് ഫുള്ളി കോൾഡ് അപ്പ്. അപ്പോൾ ഈ 10 രൂപ തന്നെ അവർ ഫുള്ളി കോൾഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷെയർ ക്യാപിറ്റലോട്ട് എത്ര വരും? നമുക്കതിപ്പോൾ തന്നെ എഴുതിയാലോ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് എത്ര വരും? 2000 ഇൻറ്റു 10. ക്ലിയർ അല്ലേ? ഓൺ വിച്ച് ദേ റിസീവ്ഡ് ഓൺലി 14,000. 2 ഷെയർ ഫോർഫീറ്ററിലോട്ടാണ് നമുക്ക് കിട്ടിയ പൈസ എഴുതേണ്ടതല്ലേ. ഈ ഫോർഫിറ്റിൻ്റെ അർത്ഥം ക്യാൻസലേഷൻ എന്നാണ്. ഈ ഫോർഫിറ്റിൻ്റെ അർത്ഥം റിസീവ്ഡ് എമൗണ്ട് എന്നാണ് കേട്ടോ. രണ്ടും മാറിപ്പോരുതേ. റിസീവ്ഡ് എമൗണ്ട് നേരിട്ട് തന്നിട്ടുണ്ട്, അപ്പോൾ അതങ്ങനെ എഴുതാം. ഓക്കെ, 14,000. ഇങ്ങനെ കാൽക്കുലേഷൻസിൻ്റെ ആവശ്യമില്ലല്ലോ ഇവിടെ. നേരിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയായിരിക്കും എന്ത്? കോൾസ് ഇൻ അരിയർ. എത്ര കോൾസ് ഇൻ അരിയർ വന്നിരിക്കുന്നത്? കോൾസ് ഇൻ അരിയേഴ്സ് എത്ര വരിക? 20,000 മൈനസ് 14,000 6,000. ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? നരേഷൻ ചെയ്ത 2000 ഷെയർസ് ഫോർഫീറ്റഡ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് 6,000.